ഹായ് ഓൾ, വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. നമുക്ക് സീറ്റഡ് പരീക്ഷയ്ക്ക് സീറ്റഡ് പേപ്പർ 2 ആണെങ്കിൽ 2 ചോയ്സ് വരുന്നുണ്ട്, സയൻസ് ആൻഡ് മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ. നമുക്ക് സോഷ്യൽ സ്റ്റഡീസിൽ നിന്നുള്ള റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള 5 ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ എ ആൻഡ് ബി അബൌട്ട് ക്ലൈമറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ക്ലൈമറ്റ് റെഫേഴ്സ് ദ ഡേ ടു ഡേ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് അഫക്റ്റഡ് ഓൺലി ബൈ ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് റിലീഫ്. ഈ ഒരു ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചില മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ നമുക്ക് ചോദ്യത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യം പറഞ്ഞ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഡേ ടു ഡേ ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ഡേ ടു ഡേ ചേഞ്ച് ആണ്. ശരിയാണ്. പെർമനൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ വെതർ എന്ന് പറയും. അപ്പോൾ നോക്കിക്കേ, രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്: ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഈസ് അഫക്റ്റഡ് ഓൺലി ബൈ ഇറ്റ്സ് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് റിലീഫും. ഒരു സ്ഥലത്തെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആൾട്ടിറ്റ്യൂഡും റിലീഫും മാത്രമാണ്. ആൾട്ടിറ്റ്യൂഡും റിലീഫും മാത്രമാണോ? അല്ല. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ വരും? എങ്ങനെയാണ്? എ ഈസ് ട്രൂ ആൻഡ് ബി ഈസ് ഫാൾസ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ് ഓർ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ. ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ആ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, ഇക്വേറ്ററിൽ നിന്ന് എത്ര ദൂരമുണ്ട്, ആ ഒരു കാര്യം. പ്രിവൈലിംഗ് വിൻഡ്, അവിടുത്തെ കാറ്റ് എങ്ങനെയാണ്. ആൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ് എബോവ് സീ ലെവൽ. അതായത് നമുക്ക് സമുദ്രനിരപ്പിൽ നിന്ന് എത്രമാത്രം ഉയരത്തിലാണ് ആ ഒരു സ്ഥലം ഉള്ളത്. ഡിസ്റ്റൻസ് ഫ്രം ദ സീ, കടലിൽ നിന്ന് എത്ര ദൂരമുണ്ട്. പിന്നെ ആ ഒരു സ്ഥലത്തെ റിലീഫ്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ വന്നെന്ന് വെച്ചാലും ഓരോ തവണ ഇവിടെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് റിലീഫ് എന്നാണ് ഇത്തവണ ചോദിച്ചെങ്കിൽ ഇതിന് മുമ്പ് എങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ആൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ് വെച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ കഴിയും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൃത്യമായിട്ട് പഠിച്ച് വെക്കാം. അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ മിനറൽസ്. മിനറൽസിനെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ട്രൂ ആണെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കയറി മാർക്ക് ചെയ്യൽ എന്താ, നോട്ട് ട്രൂ ആണ്. ദേ ആർ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസ്, ദേ ഹാവ് ഡെഫിനിറ്റ് കെമിക്കൽ കോമ്പോസിഷൻ, ദേ ആർ ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജിയോളജിക്കൽ എൻവയോൺമെൻറ്റ്, ആൾ മിനറൽസ് ആർ നോൺ മെറ്റാലിക്. അപ്പം നമുക്കിതിൽ ഒരു കാര്യം മാത്രമേ തെറ്റായിട്ടുള്ളൂ, ബാക്കി 3 ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ളത്? ആൾ മിനറൽസ് ആർ നോൺ മെറ്റാലിക്. തെറ്റല്ലേ? നമുക്ക് മെറ്റാലിക് മിനറൽസും ഇല്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് കോമ്പോസിഷൻ അനുസരിച്ചുകൊണ്ട് മിനറൽസ് 2 വിധമുണ്ട്. ഒന്ന് മെറ്റാലിക് മിനറലും, 2 നോൺ മെറ്റാലിക് മിനറലും. മെറ്റാലിക് മിനറൽ എന്ന് പറയുമ്പോൾ എന്താണ്, മെറ്റൽ അതിനകത്ത് റോ ഫോമിൽ ഉണ്ടായിരിക്കും. അതായത് മെറ്റാലിക് മിനറലിനകത്ത് മെറ്റൽ എങ്ങനെയാണ്, അതിൻ്റെ റോ ഫോമിൽ ഉണ്ടായിരിക്കും. അയൺ ഓർ, ഇരുമ്പിൻ്റെ അയിര്, ബോക്സൈറ്റ്, മാംഗനീസ് ഓർ ഒക്കെ എവിടെയുണ്ട്? അതൊക്കെ എക്സാമ്പിളാണ് കേട്ടോ, നമുക്ക് മെറ്റാലിക് മിനറൽസിൻ്റെ എക്സാമ്പിളാണ്. ഇനി നോൺ മെറ്റാലിക് മിനറൽസ് ഉണ്ടോ? ഉണ്ട്. അവയിൽ എന്താണ്, മെറ്റലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾസ് നോക്കാം: ലൈം സ്റ്റോൺ, മൈക്ക, ജിപ്സം. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം: കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് എ, ബി ആൻഡ് സി ഓൺ മെറ്റമോർഫിക് റോക്ക് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. 3 സ്റ്റേറ്റ്മെന്റ് ആണ്. വെൻ ഇഗ്നിയസ് ആൻഡ് സെഡിമെന്ററി റോക്സ് ആർ സബ്ജക്റ്റഡ് ടു ഹീറ്റ് ആൻഡ് പ്രഷർ ദേ ചേഞ്ച് ടു മെറ്റമോർഫിക് റോക്ക്. മെറ്റമോർഫിക് റോക്ക് മെൽറ്റ് ടു ഫോം മോൾട്ടൺ മാഗ്മ വെൻ സബ്ജക്റ്റഡ് ടു ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് പ്രഷർ. ബാർബിൾ ഈസ് എ മെറ്റമോർഫിക് റോക്ക്. അപ്പോൾ ഈ ഒരു ഏരിയ കറക്റ്റായിട്ട് പഠിക്കണം. നമുക്ക് റോക്ക് ഫോർമേഷൻ ഉണ്ട്, റോക്ക് സൈക്കിൾ ഉണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് റോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഓരോ ടൈപ്പ് റോക്കിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സാമ്പിൾസും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണ്, ഇഗ്നിയസ് റോക്കും സെഡിമെൻ്ററി റോക്കിലും ശക്തമായിട്ടുള്ള ഹീറ്റും പ്രഷറും കിട്ടുമ്പോൾ അതെന്ത് ചെയ്യും, അതിന് മാറ്റം വന്നിട്ട് എന്തായിട്ട് മാറും, മെറ്റമോർഫിക് റോക്കായിട്ട് മാറും. ശരിയാണ്. അടുത്ത മെറ്റമോർഫിക് റോക്ക് മെൽറ്റ് ചെയ്ത് എന്തായിട്ട് മാറും, മോൾട്ടൺ മാഗ്മയായിട്ട് മാറും. ഹീറ്റ് ആൻഡ് പ്രഷർ കിട്ടുമ്പം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ മെറ്റമോർഫിക് റോക്കിന് നമ്മൾ പൊതുവേ പറയാറുള്ള എക്സാമ്പിൾ തന്നെയാണ് മാർബിൾ. അപ്പം നമുക്ക് എങ്ങനെ പറയാം, 3 എ, ബിയും സിയും കറക്റ്റാണ്. എ, ബി, സി ഓൾ ആർ കറക്റ്റ്. അടുത്ത ചോദ്യം ഒരു അറ്റ്മോസ്ഫിയറിക് ലെവലിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. എയും ബിയും തന്നിട്ടുണ്ട്, ഫീച്ചേഴ്സ് തന്നേക്കുവാണ്. മീറ്റിയോറൈറ്റ്സ് ബോൺ അപ്പ്
in this layer on entering from the space. Temperature declines with increasing height in this layer. അപ്പം നമുക്ക് അറ്റ്മോസ്ഫിയർ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ലെയറുകൾ പറയാറുണ്ട്. അപ്പം മീറ്റിയോറൈറ്റ്സ് ബേൺ ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്താണെന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു കൺസെപ്റ്റ് കൂടെ എൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് കൂടുന്നതനുസരിച്ചും ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ? നമുക്ക് എവിടെയാണ് ആൻസർ വരിക? മീസോസ്ഫിയറിലാണ് മീറ്റിയോറൈറ്റ്സ് വന്ന് ബേൺ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആ ഒരു ലെയറിൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ചോദിക്കാറുണ്ട് എയറോപ്ലെയിൻ പറക്കുന്നത് ഏത് വഴിയാണ്, പിന്നെ അതേപോലെ റേഡിയോ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത് ഏത് ലെയറാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. ചൂസ് എ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഫ്രം ദ ഫോളോയിങ്. അപ്പം നമ്മുടെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വിധമുണ്ട്. കൺവെൻഷണൽ ഉണ്ട്, നോൺ കൺവെൻഷണൽ ഉണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ്, കോൾ ഫയർവുഡ്, ബയോഗ്യാസ്, ഹൈഡൽ പവർ, ജിയോതെർമൽ പവർ എനർജി, ടൈഡൽ എനർജി, ന്യൂക്ലിയർ എനർജി, സോളാർ എനർജി, ഹൈഡ്രൽ പവർ. അപ്പം നോക്കിക്കും ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്ന വെച്ചാൽ കൺവെൻഷണൽ ആയിട്ടുള്ള സോഴ്സ് ഏതാണെന്നാണ്. അപ്പം നോക്കിക്കേ ഇവിടെ നമുക്ക് എന്തിനെ ഒഴിവാക്കാം? നമ്മുടെ ഈ ഹൈഡൽ പവർ എന്താണെന്ന് മനസ്സിലാക്കണം. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ് കേട്ടോ. നമുക്ക് ജലം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതിയൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന പരിപാടിയാണ്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തീർന്നു പോകും എന്നുള്ള സംഗതികൾ എല്ലാം കൂടെ വരുന്നത് എവിടെയാണെന്ന് നോക്കണം. അപ്പോൾ എവിടെയാണ് വരിക? ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫയർവുഡാണ് വരുന്നത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൺവെൻഷണലും നോൺ കൺവെൻഷണലും ഉണ്ട്, അതുപോലെ റിന്യൂവബിളും നോൺ റിന്യൂവബിളും അതൊക്കെ തിരിഞ്ഞു പോകാതെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്